ഈ ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഒരുപാട് ടൈം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഡെമോ അക്കൗണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് P&Ls ഒക്കെ നല്ല രീതിയിൽ ഗ്രീൻ ആയിരിക്കും, നല്ല പ്രോഫിറ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ലൈവിലോട്ട് പോകുമ്പോൾ നിങ്ങൾ സീറോയിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സിമ്പിളാണ് അതിന് ഉത്തരം. അതായത് നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഡെമോയിൽ ജസ്റ്റ് നമ്പേഴ്സ്, അതായത് നിങ്ങൾക്ക് അവിടെ ഇമോഷൻസ് ഇല്ല. നഷ്ടം വന്നാലും ലാഭം വന്നാലും പ്രത്യേകിച്ച് എക്സൈറ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഫിയർ ഓഫ് ലോസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ലൈവിലേക്ക് വരുമ്പോൾ സ്വന്തമായിട്ട് എമൗണ്ട് ഇടുമ്പോൾ ഈവൻ ദോ ലൈവ് അക്കൗണ്ട് എന്ന് വേണ്ട, ഫണ്ടഡ് അക്കൗണ്ട് ആണെങ്കിൽ പോലും അവിടെ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇത് പാസ്സാക്കി അതിൽ നിന്നൊരു പേ ഔട്ട് എടുത്ത് അത് പ്രോഫിറ്റാക്കി മാറ്റി ലൈക്ക് എൻ്റെ ഒപ്പം മണി ഉണ്ടാക്കാനാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഡെമോയിൽ അതാണോ? അല്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ 3 മാസമല്ല 3 വർഷം ഡെമോയിൽ ഗ്രീൻ ആണെന്ന് പറഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ലൈവ് അക്കൗണ്ടിലേക്ക് പോകുന്ന ടൈം സ്റ്റാർട്ടിങ് ഫ്രം സീറോ ആണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഫ്രം എ സ്മോൾ അക്കൗണ്ട്. അതായത് ചെറിയ ഒരു $100 അക്കൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $100 1000 ആക്കാം, 10,000 ആക്കാം. അതല്ല, അത് ഗ്രീഡാണ്. ഓക്കെ, അത് പ്രോഫിറ്റ് ഡ്രിവൺ ആണ്, റിസൾട്ട് ഡ്രിവൺ അല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് പഠിച്ചെടുക്കുക, ആ മെത്തേഡ് പഠിച്ചെടുക്കുക, കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ അതിനൊരു ടൈം പീരീഡ് എടുക്കും. അത് നിങ്ങൾ ഡെമോയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പോലെ തോന്നും. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലോസ് ടു 100% ഒക്കെ വിൻ റേറ്റ് അല്ലെങ്കിൽ 90% വിൻ റേറ്റ് കിട്ടുന്ന പോലെ തോന്നും ഡെമോയിൽ ചെയ്യുമ്പോൾ. കാരണം അവിടെ ഇമോഷൻസ് ഇല്ല. എങ്ങനെ ട്രേഡ് മാനേജ് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. വലിയ വലിയ ലോഡ് സൈസുകൾ എടുക്കും. സ്വാഭാവികമായിട്ടും ഡെമോ എടുക്കുന്നവരൊക്കെ വലിയ അക്കൗണ്ട് ആയിരിക്കും. 100K 200K ഒക്കെ ഡെമോ അക്കൗണ്ട് എടുത്തായിരിക്കും ചെയ്യുന്നത്. എന്തെങ്കിലും കാര്യമുണ്ടോ? റിയൽ ലൈഫിൽ നിങ്ങൾ 100K ക്യാപിറ്റൽ ഇടുമോ? ഇല്ല. ഫണ്ടഡ് അക്കൗണ്ട് വേണ്ടി എടുക്കാം, പക്ഷേ ക്യാപിറ്റൽ ഇടത്തില്ല. അപ്പോൾ ബി റിയലിസ്റ്റിക്. അതായത് എപ്പോഴും ഞാൻ പറയുന്നത് ബി റിയലിസ്റ്റിക്. നിങ്ങൾ ഡെമോ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, ചെറിയ ഒരു ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്ത് തുടങ്ങും. അല്ലെങ്കിൽ ചെറിയൊരു ഫണ്ടഡ് അക്കൗണ്ട്, പൈക്കയുടെ ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെ എടുത്ത് ട്രേഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഈ പൈക്കയുടെ ഫണ്ടഡ് അക്കൗണ്ട്സിനും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട്സിൻ്റെ ഒരു വീഡിയോ ഞാൻ വീണ്ടും വേറെ ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഈ ചെറിയ ഫണ്ടഡ് അക്കൗണ്ട്സ് എടുത്തിട്ട് അത് പാസ്സാക്കി അതിൽ നിന്ന് പേ ഔട്ട് എടുക്കാൻ ട്രൈ ചെയ്യും. അപ്പോൾ അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഓക്കെ. നമുക്ക് എപ്പോഴും വലിയ ക്യാപിറ്റലാണ് റിക്വയർമെൻറ്റ്. അപ്പോൾ അത് ചിന്തിക്കുക. പക്ഷേ ആ ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൽ എത്തണമെങ്കിൽ ആ ക്യാപിറ്റൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്നാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ പഠിക്കും? ഡെമോ അക്കൗണ്ട് ഒഴിവാക്കുക, ചെറിയ ലൈവ് അക്കൗണ്ട്സ് ട്രേഡ് ചെയ്യുക. ആ ചെറിയ പ്രോഫിറ്റ്സ് കൊണ്ട് എങ്ങനെ നിങ്ങളുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാമെന്ന് പഠിക്കുക. അപ്പോൾ അതാണ് പ്രോപ്പർ ട്രേഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്.